അഫാൻ. ഒരു നാടിനെയാകെ രക്തം കൊണ്ട് നനയിച്ച അരുംകൊലകളാൽ ഉന്മാദിയായ യുവാവ്, 23-കാരൻ. എന്നത്തെയും പോലെ സാധാരണമായിരുന്നു ഇന്നലെയും തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ. വൈകുന്നേരം ആ യുവാവ് കടന്നു വരുന്നതുവരെ അലോസരങ്ങളില്ലാതെ കടന്നുപോയ ദിവസം. ആറുമണിയോടെയാണ് അഫാൻ എന്ന യുവാവ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നത്. ആദ്യം കണ്ട പോലീസുകാരനോട് അയാൾ പറഞ്ഞു, ഞാൻ 6 പേരെ കൊലപ്പെടുത്തിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആദ്യം പരിഭ്രാന്തരായി. പെട്ടെന്ന് തന്നെ അഫാനെ സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴേക്കും വാർത്ത കാട്ടുതീ പോലെ പടർന്നു. വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലപാതകം. അപ്പോഴും കൊല്ലപ്പെട്ടത് ആരൊക്കെയെന്നോ അഫാന്റെ പശ്ചാത്തലമോ ഒന്നും വ്യക്തമായിരുന്നില്ല. അഫാൻ പറഞ്ഞ സ്ഥലത്തേക്കെല്ലാം പോലീസ് എത്തി. സത്യമായിരുന്നു അയാൾ പറഞ്ഞത്. അത് പോലീസിന് ബോധ്യപ്പെട്ടു. പാങ്ങോട് മരിച്ചത് 90 വയസ്സുള്ള സ്ത്രീ. എസൻപുരത്ത് മരിച്ചത് ദമ്പതികൾ. പേരുമലയിലെ വീട്ടിൽ ഒരു ആൺകുട്ടിയും 20-കാരിയും കൊല്ലപ്പെട്ട നിലയിൽ. അതേ വീട്ടിൽ പരിക്കേറ്റ ഒരു സ്ത്രീ. ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയമെടുത്തു മരിച്ചത് ആരൊക്കെയെന്ന് തിരിച്ചറിയാൻ. അഫാന്റെ പിതാവിന്റെ ഉമ്മ പാങ്ങോട് താമസിക്കുന്ന സൽമ ബീവി, അഫാന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ. വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിൽ അഫാന്റെ സഹോദരൻ അഫ്സാൻ എന്ന 13-കാരൻ, കാമുകി ഫർസാന. ഇവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആ വീടിന്റെ പൂട്ടിയിട്ട മുറിക്കുള്ളിൽ തലക്കടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത് അഫാന്റെ ഉമ്മ ഷെമിയെ. ഉടൻ തന്നെ അവരെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരാളിനെ ഇറക്കി വണ്ടി കയറ്റി രണ്ടാമത്തെ ആളിനെ കയറ്റുന്ന സമയം ഇവിടെ ഇപ്പോൾ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ അമ്മയും സഹോദരനും പിന്നെ ഒരു പെൺകുട്ടിയും. താൻ വിഷം കഴിച്ചു എന്ന് വെളിപ്പെടുത്തിയതോടെ ഉടൻ തന്നെ പോലീസ് പ്രതി അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി പോലീസ് നിരീക്ഷണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. പ്രതി സംഭവത്തിന് ശേഷം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു. പ്രതിയുടെ മൊഴി നമ്മളങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം പ്രതി ആ സമയത്ത് പോയ്സൺ കഴിച്ചിരുന്നു എന്ന് സംശയം ഉണ്ടായതുകൊണ്ട് അപ്പോൾ തന്നെ പ്രതിയെ ഹോസ്പിറ്റലൈസ് ചെയ്യായിരുന്നു. രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഈ എല്ലാ കൃത്യങ്ങളും നടന്നിട്ടുള്ളതായിട്ടാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വന്നാലും നമുക്ക് പരിപൂർണ്ണമായിട്ട് പറയാൻ സാധിക്കും. പ്രതി ഡോക്ടറെ കസ്റ്റഡിയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ മൊഴി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. കൂട്ടക്കുരുതിയുടെ നടുക്കത്തിൽ വിറങ്ങലിച്ചു നിന്ന രാത്രി. ഇന്ന് നേരം പുലരുമ്പോൾ നാടൊന്നാകെ ചോദിച്ചത് എന്തിനായിരുന്നു അഫാൻ എന്ന 23-കാരൻ തന്റെ ഉറ്റവരെയെല്ലാം ഇങ്ങനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു. നമുക്ക് വാർത്ത കേട്ടപ്പോൾ തന്നെ തരിച്ചുപോയി. കാരണം അത്രയും നല്ലൊരു കുട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് എസ് ഐ പറയുമ്പോൾ, അപ്പോൾ അപ്പുറത്ത് ഒന്നും കൂടെ ഉണ്ട്, എൻ്റെ മൂത്താപ്പയും ഭാര്യയും അവിടെ ഞങ്ങളുടെ കൊണ്ടാണ് എസ് ഐ പോയത്. അപ്പോൾ അവിടെ അത് ഇതറിഞ്ഞ് എസ് ഐ പറയുമ്പോൾ തന്നെ എനിക്ക് അത്രയും വിഷമവും കാണാൻ പെട്ടെന്ന് ഈ ചെറുക്കനല്ല സാറേ ഞാൻ പറഞ്ഞു. കാരണം അത്രയും നല്ലൊരു ചെറുക്കനായിരുന്നു. ഇവിടെ നമ്മളിവിടെ കിടന്ന് ഇവർ വളർത്തിയാണ്. കുടുംബ തർക്കവും മറ്റും ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല, അറിയില്ല. ഇവർ സാമ്പത്തികമായിട്ടൊന്ന് വാർത്തത്തിൽ കടത്തിലാണെന്ന് അറിവുണ്ട്. 8 വർഷം ഉണ്ടായി നാട്ടിൽ വന്നിട്ട്. റഹീം എന്നാണ് പേര്. ഞാനും വാപ്പ ഇപ്പം നാട്ടിലുണ്ടോ? ഇല്ല, ഗൾഫിലാണ്. ക്ലാസ്മേറ്റാണ്. അപ്പം നമ്മളത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അത് അപ്പോഴാണ് നമ്മളെ അറിയുന്നത് തന്നെ. നമ്മളൊരു കാക്ക, നമ്മളൊരു മൂത്ത ആളാണ്, അങ്ങനെ അറിയാന്നുള്ള. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു?
പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് എലിയോഷം കഴിച്ചായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ നമുക്കറിയത്തില്ല. പിന്നെ അനിയനുണ്ട്, അനിയനുമായിട്ട് ഭയങ്കര സ്നേഹമൊക്കെയാണ്. എപ്പോഴും പള്ളിയിലൊക്കെ വരുമ്പോൾ ബുള്ളറ്റിലാണ് കൊണ്ടുവരണം. അങ്ങനെ ആനിയനെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു തവണ എലിയോഷം കഴിച്ചത് മുമ്പ്. എത്ര നാളാവും? ഒരു 10 വർഷമൊക്കെ ആകുമായിരിക്കും. ഈ മറ്റ് കൊല ചെയ്യപ്പെട്ടവരെയൊക്കെ അറിയാമോ നിങ്ങൾ? ഇല്ലില്ല, എനിക്കാകെ ഈ വീട്ടിലുള്ളവരും അത്രേ അറിയത്തുള്ളൂ. ഇവിടുത്തെ മാമിയും അനിയനും കാക്കയും. ക്യാൻസർ പേഷ്യൻ്റാണ്, റിക്കവർ ചെയ്തു വന്നത്. അപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാതെ അങ്ങനെ ഒരു കുഴപ്പമുള്ള ഒരു ഫാമിലിയോ അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരോ ഒന്നുമല്ല. അവർ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ഈ പയ്യന്മാരും അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഞാൻ ഇവിടെ വന്നപ്പോൾ ML ഇങ്ങനെ പറഞ്ഞു വാപ്പച്ചിയുടെ അമ്മയും കൊന്നു എന്ന് പറഞ്ഞത്. അവൻ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കണം. അവർക്ക് ശരീരമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അഹ്സാൻ. ബന്ധം എന്ന് പറയുന്നത് എൻ്റെ മുറയ്ക്ക് സഹോദരിയാണ്. എൻ്റെ വാപ്പ അനിയന്മാരും ഏട്ടന്മാരും മക്കളിലാണ്. വാപ്പല്ല, വാപ്പ ഗൾഫിലാണ്. അമ്മായി 2 മക്കളും. നാട്ടുകാരുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊന്നുമില്ല. ആ കുട്ടിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു 18 വയസ്സേ ആവുള്ളൂ. ഒരു ചെറിയ കനം കുറഞ്ഞ ഒരു കുട്ടിയുടെ ബൈക്കിൽ ബാക്കി ഇരിക്കുന്ന ഞാൻ കണ്ടതാണ്. ഞാൻ ഇതിപ്പോൾ മരണം ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് യവൻ ഇങ്ങനെ ലവർ ഉണ്ടെന്ന് ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് കണ്ടതും ശരിയായിരുന്നല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. പെൺകുട്ടിയുടെയും അനുജന്റെയും കിട്ടിയെന്ന് പറഞ്ഞു കൊണ്ടുപോയി. അമ്മയെ ആശുപത്രി കൊണ്ടുപോയി. ഇല്ലല്ല, ഇപ്പോഴത്തെ 2 വർഷത്തിനകത്ത് എന്തെന്നുണ്ടെന്ന് എനിക്കറിയില്ല. മുമ്പ് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കറിയാവുന്ന വീടാണ്. ഈ പയ്യനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പേരുമലയാണ് താമസം പയ്യൻ. ഈ പയ്യൻ്റെ വാപ്പാടെ ജ്യേഷ്ഠനാണ് ഈ താമസിക്കുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ഇവർ CRPFിലായിരുന്നു. ഇപ്പോൾ പെൻഷൻ പറ്റി അവർ കുടുംബമായി കഴിയുകയാണ്. ഭാര്യയും ഭർത്താവ് മാത്രമാണ് ഈ വീട്ടിലുള്ളത്. മറ്റു ഇവരുടെ മക്കൾ 2 പേരും കല്യാണം കഴിച്ച് മറ്റു വീടുകളിലാണ് താമസിക്കുന്നത്. ഇവിടെയല്ല, ഇവർ ഭാര്യയും ഭർത്താവ് മാത്രമാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ ആദ്യ സംഭവം നമ്മൾ പ്രത്യക്ഷത്തിൽ അറിഞ്ഞത് പേരുമല സംഭവമാണ്. പേരുമല നടന്നതിന് ശേഷമാണ് ഈ പ്രതിയെ പോലീസ് കീഴടങ്ങിയത്. പോലീസ് കീഴടങ്ങുമ്പോൾ സ്വാഭാവികമായും പോലീസ് ഇയാളുടെ മൊഴി വാങ്ങുമ്പോഴാണ് ഈ ഇവിടെ ഇങ്ങനെ ഈ പുനർവെങ്ങ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു കൃത്യം നടത്തിയതായി ഈ പ്രതി തന്നെയാണ് പറയുന്നത്. നേരം വെളുത്തിട്ടാണ് കൊലപാതകം നടന്ന വീടുകളിൽ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. അപ്പോഴേക്കും പ്രതി എങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നത് സംബന്ധിച്ച് കൃത്യത വന്നിരുന്നു. ഇന്ന് ഏകദേശം 4:30 മണിയോട് കൂടിയാണ് അഫ്ഫാൻ ഇവിടെ നിന്ന് ഈ കൃത്യം നടത്തിയതിനു ശേഷം ഓട്ടോറിക്ഷയിലാണ് വെങ്ങാറമൂട് എത്തി പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ പോലീസിനെ ധരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് വ്യക്തമാകാത്തത്. കാരണം ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇവിടെ ഇവർ ഏറെ നാളായി വിദേശത്തായിരുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഈ ഒരു വീടൊക്കെ തന്നെ വെച്ച് ഇവിടെ പേരുമല എന്ന സ്ഥലം, അവിടെയാണ് അഫ്ഫാന്റെ വീട്. 8 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ പറഞ്ഞ പിതാവിന്റെ സഹോദരനും ഭാര്യയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. 8 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തി കൊലപ്പെടുത്തിയെന്നാണ് മൊഴി പ്രകാരം അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നത്. ഈ കുടുംബ വീട്ടിലാണ് മുത്തശ്ശി ഉണ്ടായിരുന്നത്. മുത്തശ്ശിയാണ് ആദ്യം കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പ്രതിയെ അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പ്രതിയുടെ സഞ്ചാരപഥങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. അഫ്ഫാൻ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക് വരുന്ന ദൃശ്യങ്ങളും കൊലപാതകം നടത്തി മടങ്ങുന്ന ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് ഒന്നുറപ്പിച്ചു. എല്ലായിടത്തും പ്രതി എത്തിയത് ഒറ്റയ്ക്ക് തന്നെയാണ്. ആരുടെയും സഹായം ഈ കുറ്റകൃത്യത്തിന് പ്രതിക്കുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് 12:38 ശേഷമാണ് അഹാൻ സ്വന്തം മുത്തശ്ശിയെ കൊലപ്പെടുത്താനായി ഈ ഭാഗത്ത് എത്തുന്നത്. ഇവിടെ വന്ന് ബൈക്ക് പാർക്ക് ചെയ്യുന്നു. ഉള്ളിൽ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകുന്നു. 7 മിനിറ്റ് സമയം കൊണ്ട് ഒരു പ്രൊഫഷണൽ കില്ലറെ പോലെ കൊലപാതകം നടത്തി പുറത്തേക്ക് വരുന്നു. അകത്തേക്ക് പോകുമ്പോൾ തന്നെ ബാഗിൽ കൊലപ്പെടുത്താനുള്ള ചുറ്റിക ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. എന്തായാലും പുറത്തിറങ്ങിയ ശേഷം ബൈക്ക് എടുത്ത് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തു കൂടി മുന്നോട്ട് പോയി കടക്കുകയായിരുന്നു.
പാങ്ങോട്ടെ കൊലപാതകത്തിന് ശേഷം ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് പ്രതി ലത്തീഫ് സാജിദ ദമ്പതികളുടെ SN പുരത്തെ ഈ വീട്ടിലേക്ക് എത്തുന്നത്. പ്രതി അഫാന്റെ മൊഴിപ്രകാരം മൃഗീയമായ കൊലപാതകമാണ് ഈ വീട്ടിനുള്ളിൽ നടന്നത്. ഏതാണ്ട് 20-ലധികം തവണയാണ് ചുറ്റിക കൊണ്ട് പ്രതി ലത്തീഫിന്റെ തലയിൽ മർദ്ദിച്ചത്. വെഞ്ഞാറമൂട് പേരുമലയിലെ ഈ കാണുന്ന വീട്ടിലാണ് അഫാനും കുടുംബവും ഏറെ വർഷങ്ങളായി സന്തോഷപൂർവ്വം താമസിച്ചു വന്നിരുന്നത്. പ്രതിയുടെ കൊടും ക്രൂരതയാണ് ഇൻക്വസ്റ്റിലൂടെ പുറത്തു വന്നത്. പ്രതിയുടെ സഹോദരനെയും അതോടൊപ്പം തന്നെ സുഹൃത്ത് ഫർസാനെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പ്രതി ക്രൂരമായി മർദ്ദിച്ചിരുന്നു. തലയ്ക്ക് പിന്നിലും മുഖത്തുമെല്ലാമായി വലിയ ഗുരുതരമായ പരിക്കുകളായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അമ്മയായ ഷെമിയുടെ മുഖത്തും തലയിലും 13 സ്റ്റിച്ചുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും അവ്യക്തമായി തുടരുന്നത് എന്തിനീ കൊലപാതകങ്ങൾ അഫാൻ ചെയ്തു എന്നത് തന്നെയാണ്. പ്രതി നൽകിയ കുറ്റസമ്മത മൊഴി മാത്രമാണ് പോലീസിനുള്ളത്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന തന്റെ കുടുംബത്തെ സഹായിക്കാൻ പിതാവിന്റെ ബന്ധുക്കൾ തയ്യാറാകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. ആദ്യം വെഞ്ഞാറമൂട്ടിലെ സ്ഥാപനത്തിലെത്തി പണം കടം വാങ്ങിയെന്നും ആ പണം ഉപയോഗിച്ച് ചുറ്റിക വാങ്ങി പാങ്ങോടുള്ള ഉമ്മുമ്മയുടെ വീട്ടിലെത്തിയെന്നുമാണ് അഫാന്റെ മൊഴി. ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മാല തട്ടിയെടുത്തു. ഈ മാല പണം വാങ്ങിയ സ്ഥാപനത്തിൽ കൊടുത്തിട്ടാണ് ലത്തീഫിന്റെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ പറയുന്നു. അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തി വിളിച്ചു വരുത്തിയ കാമുകിയെയും സഹോദരനെയും കൊലപ്പെടുത്തി. ഉമ്മയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്നും ഇയാൾ മൊഴിയിൽ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഈ മൊഴി പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. സമയമൊക്കെ തന്നെ 10 മണിക്കും 6 മണിക്കിടയ്ക്കാണ്. ആദ്യം ഉമ്മേനെ തന്നെയാണെന്ന് അതിലെ സീക്വൻസ് നമുക്ക് അന്വേഷിച്ചാൽ പറയാൻ പറ്റില്ല. അല്ല, അയാൾ അങ്ങനെ ഒരു വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ട് അത് വെരിഫൈ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. പ്രതി ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് കിട്ടുവാണെങ്കിലും ചെയ്യും. മൊഴികളിൽ വൈരുദ്ധ്യമെന്നാണ് പോലീസ് പറയുന്നത്. സ്വർണം പണയം വെച്ചതിലും ഉമ്മയെ ആക്രമിച്ച സമയത്തിലുമൊക്കെ അവ്യക്തതയുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രതി പല തവണ ആഭരണങ്ങൾ പണയം വെച്ചതായി അല്ലാതെ നമ്മൾ തെളിവ് എടുത്താലേ നമുക്ക് പറയാൻ പറ്റും. അതും ആ ആംഗിളിലും ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയും പ്രതി സ്വർണം പണയം വെച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണം സ്വന്തമാക്കിയിരുന്നു. ഒരു മാല പണയം വെച്ച് 90,000 രൂപയാണ് അന്ന് അയാൾ സ്വന്തമാക്കിയത്. അന്ന് അയാൾക്കൊപ്പം പെൺസുഹൃത്തും ഉണ്ടായിരുന്നു. പെൺസുഹൃത്തിൻ്റെ തിരിച്ചറിയൽ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് പണം നേടാൻ അയാൾക്ക് സാധിച്ചത്. ആ ഇരുവരും ചേർന്നുള്ള ജോയിൻ്റ് അക്കൗണ്ടിലാണ് പണയം വെച്ചത്. അഫാന്റെ കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അഫാൻ പറയുന്നത് പോലെ പണം തന്നെയാണോ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്? ഇവർ ഈ കുഞ്ഞുനാളിലെ ഇവരുടെ ഇളയ മകൻ്റെ മകൻ എന്നുള്ള നിലയിൽ വാത്സല്യത്തോടെ ഇവർ വളർത്തിയൊരു കുഞ്ഞാണ്. അതിനുശേഷം വിദ്യാഭ്യാസപരമായി അവർ അവിടെ കുഞ്ഞാറമൂട് താമസമാക്കി എന്നുള്ള നിലയിലും ഇവർക്ക് അവിടെ പോയി കാണാൻ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും കാണുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ റഹീം ഇയാളുടെ പിതാവ്, ഈ കൊലപാതകം നടത്തിയ പയ്യൻ്റെ പിതാവ് വിദേശത്താണ്. അദ്ദേഹത്തിനോട് ബിസിനസ്സുമായി നടത്തിയതിൽ 10-75 ലക്ഷം രൂപയുടെ കടമുണ്ടെന്നും ഈ പയ്യൻ അവിടെ 3 മാസം വിസിറ്റിങ്ങിന് പോയിരുന്നു. അവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ താല്പര്യപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കടം കൊണ്ട്, റഹീമിൻ്റെ കടം കൊണ്ട് അത് നടത്തിയില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അമ്മുമ്മയോട് വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവരത് വിസമ്മതിച്ചു. അച്ഛൻ്റെ സഹോദരനോട് പണം ചോദിച്ചിരുന്നു. പണം കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുക കൃത്യമായി അറിയില്ല. എന്തായാലും ലക്ഷങ്ങളിൽ ഉള്ള ഒരു തുക അദ്ദേഹം സഹായിച്ചിരുന്നു അനുജനെ. ആ പൈസ തിരികെ അദ്ദേഹം വേണം എന്ന് ആവശ്യപ്പെട്ടു. അതും ഒരു പ്രകോപന കാരണമായി കണക്കാക്കാം. സാമ്പത്തിക സഹായം തേടി അഫാൻ പലപ്പോഴും ഉമ്മുമ്മയെ സമീപിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോഴെല്ലാം അവർ സഹായിച്ചിട്ടുമുണ്ടത്രേ. അഫാൻ ഇവിടെ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നു. അമ്മയോട് സ്വർണം ചോദിക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരുമായിരുന്നു. പിന്നെ അവരെ കാണാൻ വരുമായിരുന്നു. ആദ്യമായിട്ട് അവസാനമായിട്ട് സ്വർണം ചോദിച്ചു വന്നത് എപ്പോഴായിരുന്നു? ഈ മരണം കഴിയുന്നതിന് ഒരു 4 ദിവസം മുന്നേ. എന്തായിരുന്നു ചോദിച്ചതെന്ന്? ഇളയ അനിയന് ഫീസ് അടയ്ക്കണം, പൈസ ഇല്ല, കഴുത്തി കഴിയണം, മാല തരും, പണയം വെച്ച് ഫീസ് അടയ്ക്കട്ട് പിന്നീട് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ആദ്യം ഒരു മോതിരം കൊടുത്തെന്ന് പറഞ്ഞില്ല, അതെപ്പോഴായിരുന്നു? അത് 1 വർഷത്തിൽ കൂടുതലാവും. അന്ന് കൊടുത്തായിരുന്നു. പിന്നീട് ഈ ഒരാഴ്ച മുമ്പ് ഒന്ന് മാല ചോദിച്ചെന്ന് പറഞ്ഞില്ല, ആ മാല കൊടുക്കാത്തതിന് ഉമ്മ എന്താ കാരണം പറഞ്ഞു?
അല്ല, അവരുടെ മരണത്തിന് എന്തെങ്കിലും ചിലവാക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ വിറ്റ് ചിലവാക്കാൻ, എൻ്റെ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഇത് തരൂല്ല എന്ന്. ഈ സൽമാ ബീവിയുടെ സ്വർണം മോഷണം അല്ലെങ്കിൽ സ്വർണം കവർന്നു എന്നടക്കമുള്ള വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത്. സൽമാ ബീവിയുടെ ശരീരത്തിൽ സ്വർണം ഉണ്ടായിരുന്നു? കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോഴേ കാണുമ്പോഴത്തേക്ക് കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റുള്ളതൊന്നുമില്ല. കഴുത്തിൽ മാല ഉണ്ടായിരുന്നു? കഴുത്തിൽ മാല ഉണ്ടായിരുന്നു, കഴുത്തിൽ മാലയില്ല. മെനഞ്ഞാന്നുണ്ടായിരുന്നു, അത് അവർ ഊരി കൊടുക്കുകയും ചെയ്തു. രണ്ടാമത് ഒരെണ്ണമാണ് കൊണ്ടുപോയെന്ന് പറയുന്നത്. ഏതായാലും മൃതദേഹത്തിൽ കഴുത്തിൽ കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുറിവേറ്റ പാട് എവിടെയാണ്? മുറിവേറ്റ പാടുന്നത് തലയുടെ ഈ ഭാഗത്തായിട്ട് അടികിട്ടിയിരിക്കുന്നു. ആഴത്തിനുള്ള മുറിവാണ്. പിന്നെ ശരിക്കും അവിടെ എവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ മുറിവുകളേ ഉണ്ട്. കഴുത്ത് ഞെരിച്ച അങ്ങനെ എന്തെങ്കിലും ഏറ്റവും അറിയാൻ പറ്റുന്നില്ല. അതിൻ്റെ അകത്തോട്ട് പിന്നെ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്നില്ല. വേറെ സ്വർണ്ണാഭരണങ്ങളോ ഒന്നുമില്ല. അഫാന്റെ പിതാവിന് കടബാധ്യതകളുണ്ടെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. ഗൾഫിലുള്ള പിതാവ് നാട്ടിൽ വരാൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനുമപ്പുറം അഫാന് സ്വന്തമായി എന്തെങ്കിലും കടബാധ്യതകളുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഗൾഫിലുള്ള പിതാവും അവിശ്വസനീയതയോടെയാണ് മകന്റെ ചെയ്തികളോട് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാനും എന്റെ അമ്മമാർക്ക് വല്ല അടിമയെന്നാ പറയണ. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നു, ഓഫീസിൽ നിൽക്കുകയാണ്, ഞാൻ ആർട്ടൊക്കെ നിൽക്കുകയാണ്, പാസ്പോർട്ട് ഓഫീസിൽ നിൽക്കുകയാണ് ഞാൻ. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അവിശ്വസനീയമാണ് അഫാന്റെ ക്രൂരകൃത്യം. എല്ലാവർക്കും അറിയാവുന്ന അഫാന്റെ പ്രകൃതം ഇങ്ങനെയല്ലെന്ന് അടുത്ത ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇക്ക പറയണതെന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്നേഹിച്ചാണ് വളർത്തിയത്. അപ്പോൾ ഒരിടത്ത് ചോദിക്കുമ്പോൾ പറയും എന്നെ നോക്കാൻ അവൻ മതി എന്ന് പറയുമായിരുന്നു. അത്രത്തോളം സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അവനെ കാണാനും നല്ല അഴകുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അവനെ ഭയങ്കര എടുത്ത് വളർത്തിയ മാമിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മാമിക്ക് 95 വയസ്സോളം ഉണ്ട്. പക്ഷെ നമ്മളാരും വയസ്സിനെ കുറിച്ച് ചോദിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മുമ്പ് കൊച്ചിലെ 5 വയസ്സ് 6 വയസ്സാകുമ്പോഴത്തേനും മണ്ണെണ്ണയൊക്കെ എടുത്ത് കുടിച്ച് ഇതുള്ള കുശ്രുതിയൊക്കെ കാണിച്ചിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ല നമ്മളെ അറിവിൽ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ശാന്തമായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. ഏതുമായിട്ട് വേറെ പരാതി മറ്റു കാര്യങ്ങളൊന്നും ആർക്കുമില്ല. നല്ല സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ നമുക്കറിയില്ല. അതിനെ മറ്റ് സുഹൃത്തുക്കളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് അറിയാൻ കഴിഞ്ഞത്. ഇവര് എത്രത്തോളം ലാളിച്ച് വളർത്തിയ ഒരു തള്ളയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇന്നലെ രാവിലെ ഇവിടെ വരുമ്പോൾ അതിൽ അസ്വാഭാവികമായിട്ടൊന്നും ആർക്കും തോന്നിയില്ല. അവിടെ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടുകയാണ് അഫാന്റെ മാതാവ് ഷെമി. അത്രയേറെ ഗുരുതര പരിക്കാണ് മകന്റെ ആക്രമണത്തിൽ ഷെമിക്ക് സംഭവിച്ചത്. തലച്ചോറിനും തലയോട്ടിക്കും ഗുരുതര പരിക്കുണ്ട്. എങ്കിലും ആ പരിക്കുകളെ അതിജീവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. ഐസി കയറി കണ്ടു, സംസാരിച്ച് എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൾ നമുക്ക് തിരിച്ചു വരും, ഉറപ്പാണ്. പറയുന്നത് നമുക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല, മനസ്സിലായില്ലേ? പറയുന്നുണ്ട്. പിന്നെ മോനെ ചോദിച്ചു, കുഞ്ഞു മോനെ ചോദിച്ചു. ഇല്ല അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു അവൻ ഉണ്ടെന്ന് പറഞ്ഞു. ആള് മാറി, നല്ലൊരു മാറ്റമാണ്. എനിക്ക് ചെന്നവർക്ക് അവളാണോ എന്ന് എനിക്ക് സംശയമാണോ എന്നാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചത്. ആ രീതിയിൽ മുഖത്തിന് വലിയൊരു വലിപ്പം ഉണ്ടായിട്ടുണ്ട്. നല്ല കണ്ണു തുറന്ന് സംസാരിക്കുന്നത് കുറച്ച് നമുക്ക് മനസ്സിലാവും. ചെവി അടുത്തോട്ട് കൊടുത്താൽ അഫാൻ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. മകന്റെ കാര്യം ചോദിച്ചോ? ഇല്ല, എൻ്റെ ചോദിച്ചില്ല. കുഞ്ഞുങ്ങളെ ചോദിച്ചു, സംസാരം തിരിയണില്ല. എല്ലാരെയും ചോദിച്ചു. സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെയുള്ളൊരു പയ്യനല്ല. എന്റെ അറിവിൽ അങ്ങനെയല്ല. ഞാനാണ് ഇവരെല്ലാം വളർത്തി വലുതാക്കിയത്, കെട്ടിച്ചു വിട്ടതും എല്ലാം. ഇപ്പൊ ഞാൻ പോയി 2 ആഴ്ചയായുള്ളൂ. അവൻ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് 2 പേരും ഉണ്ടായിരുന്നു. അവനും എന്റെ അപ്പാനും ഉണ്ടായിരുന്നു, അവസാനം ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2 സഹോദരിമാരെ മക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. രാത്രി വരെ മെസ്സേജ് അയക്കാൻ എല്ലാം ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഇതുപോലെ വണ്ടി ഓടിച്ച് അവിടെ വണ്ടി ഓടിക്കുന്ന ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് കണ്ട് വീട്ടിൽ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കില്ല. എന്നെ വിളിച്ചത് തലേദിവസം രാത്രി മെസ്സേജ് അയച്ചോളൂ വാട്സപ്പിൽ. എന്താ പറഞ്ഞേ? ഇല്ല, വലിയ പോയിട്ട് ജോലിയൊക്കെ റെഡി ആയാന്ന് ചോദിച്ചത്. മെനങ്ങാന്ന് 2 ദിവസം രാത്രി. അഫാന്റെ കാമുകി ഫർസാനയുടെ കുടുംബം മകളുടെ വിയോഗത്തിൽ തകർന്നുപോയി. ട്യൂഷൻ എന്ന് പറഞ്ഞ് ഇന്നലെ വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നീട് വരുന്നത് മകൾ അരുംകൊലക്കിരയായി എന്ന വാർത്തയാണ്. എന്തിനാണ് അഫാൻ ആ പെൺകുട്ടിയുടെ ജീവൻ കൂടി എടുത്തത്? പെൺകുട്ടി രാവിലെ ട്യൂഷനായിട്ട് പോയതാണ്, മടങ്ങി വന്നില്ല. അപ്പോൾ ഈ പയ്യൻ്റെ കൂടൊപ്പം പോയി. പിന്നെ പയ്യൻ്റെ വീട്ടുകാർ ഇതിനെ എതിർത്തത് കൊണ്ടാണ് പ്രകോപനപരമായി ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ പെൺകുട്ടിയെ സംബന്ധിച്ച് അവിടെ വളരെ ഒതുക്കമുള്ള, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ആ പ്രദേശത്തൊക്കെ
വളരെ അച്ചടക്കമൊക്കെ ഉള്ളൊരു കുട്ടിയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഷോക്കാണ്. ഈ പെൺകുട്ടിയുടെ വീട് വെഞ്ഞാറമൂട് നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറ്, അതായത് ആറ്റിങ്ങൽ റോഡിലാണ്. ഈ പയ്യൻ്റെ വീടെന്ന് പറയുന്നത് വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ കിഴക്കോട്ട് മാറി തേമ്പാമൂടിനടുത്താണ്. അപ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം. അത്രത്തോളം വളരെ സൈലൻ്റായിട്ട് ഒതുക്കത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ഫാമിലി അങ്ങനെയാണ്. വളരെ ഒരു സഹോദരനും അമ്മയും വാപ്പയാണുള്ളത്. വളരെ സൗമ്യമായി വളരെ കുട്ടി PGക്ക് പഠിക്കുന്നു. ഫർസാനയുമായി അഫാന്റെ ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ബന്ധത്തെ ബന്ധുക്കൾ എതിർത്തതാണ് അഫാന്റെ പ്രകോപനമെന്ന് കരുതുന്നവരുമുണ്ട്. ഇവിടെ പലരും പറഞ്ഞറിഞ്ഞതിനകത്ത് ആ പയ്യൻ ഒരു അലയൻസ് ഉണ്ടായിരുന്നു എന്നും ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു എന്നും പറയുന്നു. അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എല്ലാത്തിനും ഉത്തരം നൽകേണ്ടത് അഫാനാണ്. എലിവിഷം കഴിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അഫാൻ. പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചികിത്സ പൂർത്തിയായാൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും. നാടിനെ നടുക്കിയ കൂട്ടക്കൊലയിലെ പ്രതി അഫ്സാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിഷമുള്ളിൽ ചെന്ന് ചികിത്സയിലാണ്. നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. തുടർ ചികിത്സയ്ക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ മൊഴിയെടുപ്പും തുടരുകയാണ്. ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നമില്ല എന്ന റിപ്പോർട്ട് മെഡിക്കൽ ബോർഡ് നൽകിയാൽ ഉടൻ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതോടെ കേസിന്റെ ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അതിന് ഉപയോഗിച്ച അത് അന്വേഷിക്കുന്നുണ്ട്. അത് തെളിവെടുപ്പിൽ നടത്തുകയാണ്. സാർ, എല്ലാവരും ഒരേ രീതിയിലാണ് ഈ ഹാമർ കൊണ്ട് ഇടിച്ചാണോ? എങ്ങനെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്? അത് ഇപ്പോൾ ഫോറൻസിക് ടീം അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമേ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റും. ഈ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും അവശേഷിപ്പിച്ച് കൊല്ലപ്പെട്ട 5 പേരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഫർസാനയുടെ മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോൾ ആർക്കും താങ്ങാനാവുമായിരുന്നില്ല ആ ദുഃഖം. ചിറയൻകീഴ് ജമാഅത്ത് ഖബറിടത്തിൽ ഫർസാനയ്ക്ക് അന്ത്യവിശ്രമം. അഫാൻ ഉയരെടുത്ത മറ്റ് 4 പേരുടെയും ഖബറൊരുക്കിയത് പാങ്ങോട് ജമാഅത്ത് പള്ളിയിലാണ്. ഇന്നലെ വരെ ഒപ്പം നിന്നവർ, കണ്ടുചിരിച്ച് കുശലം പറഞ്ഞവർ, അപ്രതീക്ഷിതമായ വിട പറയൽ. പോലീസ് അന്വേഷണത്തിലാണ്. തിരുവനന്തപുരം റൂറൽ SP സുദർശന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം. അഫാന്റെ കൊലപാതക പരമ്പരയുടെ യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. പണത്തിനു വേണ്ടിയാണോ ആ ക്രൂരകൃത്യം? അതോ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എതിർപ്പറിയിച്ചവരോടുള്ള പ്രതികാരമോ? മയക്കുമരുന്നിന്റെ അടിമയായിരുന്നോ അഫാൻ എന്ന ക്രൂരനായ കൊലയാളി? എല്ലാത്തിനും ഉത്തരം നൽകേണ്ടത് ഇനി പോലീസാണ്.